ഇന്ത്യൻ പാസ്പോർട്ടുകളിൽ ഇനി ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ചില വിവരങ്ങൾ ഉണ്ടാകില്ല. ഇപ്പോൾ പുതുതായി നൽകുന്ന പാസ്പോർട്ടിൽ ഉപയോക്താവിന്റെ വിലാസം ഉണ്ടാകില്ല. പകരം പേജിലെ ബാർകോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഡാറ്റ കളക്ട് ചെയ്യും. മാത്രമല്ല, വിവാഹമോചിതരായ കുടുംബങ്ങളിലെ സിംഗിൾ പേരന്റുമാർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ മാതാപിതാക്കളുടെ പേരുകളും ഒഴിവാക്കും. മാത്രമല്ല, പാസ്പോർട്ടിന്റെ നിറവും മാറും. നയതന്ത്രജ്ഞർക്ക് ചുവപ്പ് പാസ്പോർട്ടും സർക്കാർ ജീവനക്കാർക്ക് വെള്ള പാസ്പോർട്ടും സാധാരണ പൗരന്മാർക്ക് നീല നിറത്തിലുള്ള പാസ്പോർട്ടും ആയിരിക്കും ഇനി ഉണ്ടാകുക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിദേശകാര്യ മന്ത്രാലയം 1967 പാസ്പോർട്ട് നിയമത്തിലെ സെക്ഷൻ 24 ഭേദഗതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ജനനതീയതി പരിശോധനയ്ക്ക് ആവശ്യമായ രേഖകളിൽ മാറ്റം വരുത്തി. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവരെയാണ് ഈ മാറ്റങ്ങൾ പ്രധാനമായും ബാധിക്കുന്നത്. പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ഇനി മുതൽ ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ തെളിവായി സ്വീകരിക്കുകയുള്ളൂ. 1969 ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇത് നൽകാൻ അധികാരപ്പെടുത്തിയ മുനിസിപ്പൽ കോർപ്പറേഷൻ മറ്റേതെങ്കിലും അധികാരിയോ നൽകിയ ജനന സർട്ടിഫിക്കറ്റാണ് ഇതിന് വേണ്ടത്. എന്നിരുന്നാലും 2023 ഒക്ടോബർ 1 മുമ്പ് ജനിച്ചവർക്ക് ഇതിനായി ഇനി പറയുന്ന 7 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തേത് അവസാനമായി പഠിച്ച സ്കൂളിലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തേത് ജനന തീയതി തെളിയിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ്, മൂന്നാമത്തേത് പാൻ കാർഡ്, നാലാമത്തേത് സർക്കാർ ജീവനക്കാരനാണ് എങ്കിൽ സർവീസ് രേഖ, വിരമിച്ച ജീവനക്കാരനാണ് എങ്കിൽ വിരമിക്കൽ രേഖ സമർപ്പിക്കാം. അഞ്ചാമതായി ഡ്രൈവിംഗ് ലൈസൻസ്, 6 വോട്ടർ ID കാർഡ്, 7 LICയിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള ഇൻഷുറൻസ് രേഖ. പാസ്പോർട്ടുമായി അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,